ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഫെബ്രുവരി 10-11 തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ്. ഓരോ പോയിൻറ്റും വിലപ്പെട്ടതായതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ലോക പയർവർഗ ദിനം ഫെബ്രുവരി 10. രണ്ടാമത്തെ ചോദ്യം, ദേശീയ വിരവിമുക്ത ദിനം, അതും ഫെബ്രുവരി 10 തന്നെയാണ്. 3. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്, ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. 4. പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥ സാരസ്വതം. അഞ്ചാമത്തെ ചോദ്യം, ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം? ബ്രിട്ടൻ. 6. ആത്മ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? KM മാമൻ. ഏഴാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺസ് ആൻഡ് ഗേൾസ് ഇൻ സയൻസ് എന്നാണ്? ഫെബ്രുവരി 11. എട്ടാമത്തെ ചോദ്യം, 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാലാഘോഡ കലാമേള നടക്കുന്നത് എവിടെയാണ്? മുംബൈയിലാണ് കാലാഘോഡ കലാമേള നടക്കുന്നത്. അടുത്ത ചോദ്യം, 2023 ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ കിരീടം നേടിയത് കേരളം. 10ാമത്തെ ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമാ നടി ആരാണ്? PK റോസി. PK റോസിയാണ് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ടത്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം? സമ്മോഹൻ. 12. തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലകളിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം? ഓപ്പറേഷൻ ദോസ്ത്. 13ാമത്തെ ചോദ്യം, കെനിയ ലേഡീസ് ഓപ്പൺ ടൈറ്റിൽ 2023 നേടിയത് ആര്? അദിതി അശോക്. ഇന്ത്യൻ ഗോൾഫ് താരമായ അദിതി അശോകാണ് 2023 കെനിയൻ ലേഡീസ് ഓപ്പൺ ടൈറ്റിൽ നേടിയത്. 14ാമത്തെ ചോദ്യം, 2023 ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ വേദി? ലക്നൗ. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 15ാമത്തെ ചോദ്യം, ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയവാൽവ് മാറ്റുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്? കോട്ടയം മെഡിക്കൽ കോളേജ്. 16. ഇന്ത്യയിലാദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയ സ്ഥലം? സലാൽ ഹൈമാന, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ സലാൽ ഹൈമാനയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയത്. നെക്സ്റ്റ്, വിദേശത്ത് UPI പേയ്മെൻറ്റുകൾ അനുവദിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിൻടെക്? ഫോൺപേയാണ് വിദേശത്ത് UPI പേയ്മെൻറ്റുകൾ അനുവദിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിൻടെക്. 18ാമത്തെ ചോദ്യം, വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ്? സൽമാൻ റുഷ്ദി. 19. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് മാതാപിതാക്കൾ? സിയ സഹദ് എന്നിവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കൾ. 20ാമത്തെ ചോദ്യം, കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ? തിരുവനന്തപുരം, കൊച്ചി. തിരുവനന്തപുരം, കൊച്ചി എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 2023 വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? ഇന്ത്യ. 23ാമത്തെ ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ? സഞ്ജു സാംസൺ. നെക്സ്റ്റ്, 2021-22 വർഷത്തെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 1. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്? തുമകുരു. കർണാടകയിലെ തുമകുരുവിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്. 26ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. രണ്ടാമത് കർണാടകയാണ്. 27ാമത്തെ ചോദ്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരെന്താണ്? ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരാണ് ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ. ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം, 2023 സ്വാതി തിരുനാൾ പുരസ്കാരം നേടിയത്? P. ജയചന്ദ്രൻ. P. ജയചന്ദ്രനാണ് 2023 സ്വാതി തിരുനാൾ പുരസ്കാരം നേടിയത്. ഈ ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.
പുതിയൊരു ടോപ്പിക്കുമായി കാണും വരേക്കും ഗുഡ് ബൈ, സി യു സൂൺ.